സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. നിങ്ങളുടെ കയ്യിലെ ബൈബിളുകൾ എടുത്ത് കാണിക്കുക. എല്ലാവരും ബൈബിളുകൾ എടുത്ത് കാണിക്കുക. എല്ലാവരും അത് തുറന്നു കാണിക്കണം. നല്ല വെള്ള നിറമുള്ള പേപ്പറിൽ എത്ര മനോഹരമായ ബൈബിളുകളാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ധ്യാനിക്കൂ ശ്രേഷ്ഠ ഗ്രന്ഥം ബൈബിൾ, ധ്യാനിക്കൂ ശ്രേഷ്ഠ ഗ്രന്ഥം ബൈബിൾ. ഓ ധ്യാനിക്കൂ ശ്രേഷ്ഠ ഗ്രന്ഥം ബൈബിൾ. എങ്ങനെയുള്ള ഗ്രന്ഥമാണിത്? വായിക്കുന്നതിന് ശ്രേഷ്ഠമായ ഗ്രന്ഥമാണിത്. എല്ലാവരും താഴെ ഇരിക്കുക. ഇപ്പോൾ അനാവശ്യമായ കഥകളുള്ളതായ ചെറിയ ചെറിയ പുസ്തകങ്ങൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത് കുറഞ്ഞു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ യൗവനപ്രായത്തിലായിരുന്ന സമയത്ത് ഒരുപാട് നോവലുകൾ, ഡിറ്റക്റ്റീവ് ചിത്രങ്ങൾ അങ്ങനെയൊക്കെ അടങ്ങിയ ചില പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ കാലങ്ങളിൽ ഞാനത് ധാരാളമായിട്ട് വായിക്കുമായിരുന്നു. ആ പുസ്തകങ്ങൾ വായിക്കുന്നവരുടെ ചിന്താഗതിയും അത്തരത്തിലായിരുന്നു. ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വായിക്കുന്നത് എനിക്കറിയത്തില്ല. യൂട്യൂബാണോ അതോ നിങ്ങൾ ഫേസ്ബുക്കിൽ കൂടിയാണോ? പിന്നെന്തൊക്കെയാണ് സഹോദരി? നിങ്ങൾക്കതൊന്നുമില്ലെന്നാണോ പറയുന്നത്? ഇവിടെ ഇല്ലേ? എല്ലാവർക്കുമുണ്ട്, എല്ലാവരുടെ കയ്യിലുമുണ്ട്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഒന്നും അതിനുവേണ്ടി ആകണമെന്നില്ല. നമ്മൾ ഏത് നാട്ടുകാരാണെങ്കിലും നമുക്കിതെല്ലാം അറിയാവുന്നതാണ്. ഓൾഡ് ഫാഷനുള്ള ചില ആളുകളുണ്ട്, അവർക്കൊഴികെ ബാക്കി എല്ലാവർക്കും. ഇന്ന് അനേകം സ്ത്രീകളെ കാണാം, മറ്റ് ജോലികളൊന്നുമില്ല എങ്കിലും എപ്പോഴും അവർ ഫേസ്ബുക്ക് യൂസ് ചെയ്തിരിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിൽ കൂടിയാണ് കാര്യങ്ങൾ പങ്കുവെക്കുന്നത്. എങ്ങനെയാണ് കറി വെക്കേണ്ടത്, എങ്ങനെയാണ് പുതിയ സാരി വാങ്ങേണ്ടത്, ഏതു ഡിസൈൻ വാങ്ങണം. അവരുടെ മനസ്സെപ്പോഴും അതിലായിരിക്കും. അങ്ങനെയുള്ളവരുടെ മനസ്സിൽ എന്തായിരിക്കുമെന്നറിയാമോ? ടോയ്ലറ്റിൽ നിന്നുമൊക്കെ വൃത്തികെട്ടതായ മലിനമായ വെള്ളം പോകുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ? ആ വെള്ളത്തിൽ തലകുടിക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? ഫ്രഷായിട്ടായിരിക്കുമോ? ഫ്രഷായിട്ടിരിക്കുമോ? ദുർഗന്ധം വമിക്കുവാനിടയാകും. അങ്ങനെയുള്ള ദുർഗന്ധമാണ്, അങ്ങനെയുള്ള ചീത്തയായ ചിന്തകളാൽ നിറഞ്ഞതായിരിക്കും. എന്നാൽ ആരെങ്കിലും ദൈവത്തിൻ്റെ വചനം ശ്രദ്ധയോടെ വായിക്കുകയാണെങ്കിൽ, 1 മണിക്കൂർ വചനം വായിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സ് നിറയ്ക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ബുദ്ധിയെ നിറയ്ക്കുകയാണെങ്കിൽ, നിങ്ങളുടെ തല എങ്ങനെയായിരിക്കും? ഞങ്ങളുടെ കാലത്തൊക്കെ പണ്ട് താളി കൊണ്ടൊക്കെ തല കഴുകുമായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ നിങ്ങൾ ഷാമ്പു ആണ് ഉപയോഗിക്കുന്നത്. അത് നല്ലൊരു ഷാമ്പു കൊണ്ട് തല കഴുകിയാൽ എങ്ങനെയായിരിക്കും? നിങ്ങളുടെ അവസ്ഥ അതേപോലെ വൃത്തിയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വചനം വായിക്കുക. നിങ്ങളുടെ ഹൃദയം ശുദ്ധിയായി മാറും, നിങ്ങളുടെ മനസ്സ് ക്ലീനായി മാറും, നിങ്ങളുടെ ബുദ്ധി തെളിയാനിടയാകും. ഒരു ദിവസം 3 അധ്യായം വെച്ച്, അതുപോലെ ഞായറാഴ്ച 5 അധ്യായവും നിങ്ങൾ വായിക്കുകയാണെങ്കിൽ 1 വർഷം കൊണ്ട് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ബൈബിൾ വായിച്ചു തീർക്കാൻ കഴിയും. ഇവിടെയുള്ള ആരെങ്കിലും എനിക്ക് ബൈബിൾ വായിക്കുവാൻ അറിയുകയില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ട്? കൈ ഉയർത്താമോ? എന്തുകൊണ്ടാണ് വായിക്കാൻ പഠിക്കാത്തത്? ചെറുപ്പത്തിൽ സ്കൂളിൽ വിട്ടതല്ലേ നിങ്ങൾ? പിന്നെ എന്തുകൊണ്ട് പഠിച്ചില്ല? ഇപ്പോൾ പഠിക്കാം, വലിയ ബുദ്ധിമുട്ടൊന്നുമല്ലല്ലോ അത്. അന്നാമണി എന്ന പേരുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർക്ക് വായിക്കാൻ അറിയില്ലായിരുന്നു. അവർ രക്ഷിക്കപ്പെട്ട ശേഷം അവർ പ്രാർത്ഥിച്ചു, കർത്താവേ, നിന്റെ വചനം വായിക്കുവാൻ എനിക്ക് ജ്ഞാനം നൽകണമേ. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അത്ഭുതകരമായിട്ട് അവർക്ക് ബൈബിൾ വായിക്കുവാനുള്ള ജ്ഞാനം കൊടുത്തു. അവർക്ക് ബൈബിൾ മാത്രമേ വായിക്കാൻ കഴിയൂ, മറ്റു പുസ്തകങ്ങൾ വായിക്കുവാൻ കഴിയില്ലെന്നാണ്. ദൈവത്തിൻ്റെ വചനം വായിക്കാനുള്ള ജ്ഞാനം ദൈവം കൊടുക്കുവാനിടയായി. ഇന്നും അങ്ങനെ ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. 2 കണ്ണും കാണാത്തതായ ഒരു ദൈവദാസിയെ ഞാൻ കണ്ടു. അവർ ബൈബിളിൻ്റെ റെഫറൻസ് വളരെ നല്ലതായിട്ട് പറയുന്നുണ്ട്. ഞാൻ അവരോട് ചോദിക്കാനിടയായി, നിങ്ങൾക്ക് ചെറുപ്പം മുതൽ തന്നെ കാഴ്ചയില്ലാത്തതാണോ അതോ ഇടയ്ക്ക് വെച്ച് നിങ്ങളുടെ കാഴ്ച നഷ്ടപ്പെട്ടതാണോ എന്ന് ചോദിച്ചു. ചെറുപ്പം മുതലേ കാഴ്ചയില്ലെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ബൈബിളിൻ്റെ റെഫറൻസ് ഒക്കെ ഇത്ര തിട്ടമായിട്ട് അറിയാൻ കഴിയുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷമായിട്ട് എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് എഴുന്നേറ്റിട്ട്, കർത്താവേ, നിന്റെ വചനം എന്നെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് ആരോ എൻ്റെ അരികിൽ ഇറങ്ങി വന്നിരുന്ന് ഒരു ദൂതൻ ഇരുന്ന് പഠിപ്പിക്കുന്ന രീതിയിൽ തന്നെ എന്നെ പഠിപ്പിച്ച ബൈബിള് പൂർണ്ണമായിട്ടും എൻ്റെ ഹൃദയത്തിൽ ഹൃദിസ്ഥമാക്കുവാൻ തക്കവണ്ണം പറഞ്ഞു തരുമായിരുന്നു എന്ന് പറഞ്ഞു. ആ വചനമെല്ലാം ഇപ്പോഴും എൻ്റെ ഹൃദയത്തിലുള്ളതുകൊണ്ട് ഞാൻ മറന്നു പോകുന്നില്ല എന്ന് സാക്ഷ്യം പറയാനിടയായി. സത്യമാണിത്, കെട്ടുകഥയല്ല. മാധവപുരം എന്നൊരു ഗ്രാമമുണ്ടായിരുന്നു, മിലിറ്ററി മാധവപുരം എന്ന് പറയും. ഒരു അന്ധയായ സ്ത്രീ,
ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചാൽ കാഴ്ച ലഭിക്കുമെന്ന് പറഞ്ഞിട്ട് അവർ ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ കാഴ്ച ലഭിച്ചില്ല. എന്നാൽ അവിടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കാനിടയായി. ദൈവത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെടാനിടയായി. ബൈബിൾ നിങ്ങൾക്ക് വായിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇല്ല എങ്കിൽ എന്തു ചെയ്യണമെന്നറിയാമോ? എന്താണ് പറയുക? എന്തു ചെയ്യും? നിങ്ങൾക്ക് വായിക്കാൻ അറിയില്ല, പക്ഷെ നിങ്ങൾക്കൊരു കത്ത് വരുന്നു. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ മകൾ ദുബൈയിൽ നിന്ന് നിങ്ങൾക്ക് കത്തെഴുതുന്നു. ആ എഴുതിയ കത്ത് അയ്യോ വായിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് ചവറ്റുകൊട്ടയിൽ കളയുന്നു. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ആ കത്തുമായിട്ട് ഓടി നിങ്ങൾ അയൽപക്കത്ത് പോകും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹിതരുടെ അടുക്കൽ പോകും, അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ്റെയോ മകളുടെ അടുക്കൽ പോയിട്ട് അയ്യോ ഇതൊന്ന് വായിക്കൂ, എന്താണ് ഇതിരിക്കുന്നത്, വായിക്കൂ എന്ന് പറഞ്ഞ് വായിച്ചു കേൾക്കുകയില്ലേ? നിങ്ങൾക്ക് ബൈബിൾ വായിക്കുവാൻ അറിയില്ലെങ്കിൽ നിങ്ങളുടെ മകനെ കൊണ്ടോ മകളെ കൊണ്ടോ നിങ്ങളുടെ അയൽക്കാരെ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ടോ ബൈബിൾ വായിപ്പിച്ചിട്ട് നിങ്ങൾ കേട്ടാൽ നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. അത് വായിച്ച് തരുന്ന വ്യക്തിയും അനുഗ്രഹിക്കപ്പെടും. RRK മൂർത്തി എന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എവിടെ വെച്ചെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? അദ്ദേഹത്തിന് നന്നായിട്ട് ഇംഗ്ലീഷും തെലുങ്കും അറിയാം. അദ്ദേഹത്തെ ട്രാൻസ്ലേഷൻ ചെയ്യുന്നതിന് വേണ്ടി, തർജ്ജിമ ചെയ്യുന്നതിന് വേണ്ടി വിളിക്കുവാനിടയായി. തർജ്ജമ ചെയ്യുന്നതായ സമയത്ത് അദ്ദേഹം നോക്കിയപ്പോൾ ആ ദൈവത്തിൻ്റെ വചനമെല്ലാം ഇങ്ങനെ തുടർച്ചയായി കേട്ടുകൊണ്ട് ഇരുന്നതായ സമയത്ത് ആ വചനം മുഖാന്തരം അദ്ദേഹത്തിൽ വിശ്വാസം വർദ്ധിച്ചിട്ട് അദ്ദേഹം വലിയൊരു ദൈവദാസനായിട്ട് പിന്നീട് മാറി. അതുകൊണ്ട് നിങ്ങളും മറ്റുള്ളവരെ കൊണ്ട് വായിപ്പിക്കുവാൻ ശ്രമിക്കുക. അവർക്ക് വിശ്വാസം വരാനിടയാകും. അയൽക്കാരെ കൊണ്ട് വായിപ്പിക്കുക. അവർക്ക് വിശ്വാസം ഉണ്ടാകാനിടയാകും. കാരണം ദൈവത്തിന്റെ വചനം ജീവനുള്ള വചനമാണ്. ഇത് കെട്ടുകഥയുള്ള പുസ്തകം അല്ല. ഇത് വെറുമൊരു പുസ്തകമല്ല. ഭൂതം ബാധിച്ച ഒരു വ്യക്തിയുടെ കയ്യിൽ ഈ പുസ്തകത്തെ കൊടുത്താൽ ഇത് വലിച്ചെറിയും, അല്ലെങ്കിൽ അവർ പറയാനിടയാകും ഇത് തീയാണെന്ന്. കാരണം ഇത് ജീവനുള്ള ദൈവത്തിന്റെ പുസ്തകമാണ്. ഇത് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ എഴുതപ്പെട്ടതായ വചനമാണ്. 43 വർഷമായിട്ട് ഞാൻ ഈ വചനം വായിക്കുന്നു. ഇപ്പോഴും എനിക്കറിയാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതിൽ. എത്രയോ വർഷമായിട്ട് പ്രസംഗങ്ങൾ ചെയ്യുന്നു. ഇപ്പോഴും എനിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ഇതിൽ നിന്ന് ലഭിക്കുന്നു. കാരണം ഇത് ദൈവത്തിന്റെ ജീവനുള്ളതായ വചനമാണ്. ഒരു ദിവസം നാം ന്യൂസ് പേപ്പർ വായിച്ചാൽ പിറ്റേ ദിവസം അത് വായിക്കുമോ? എടുത്ത് കളയാനിടയാകും. എന്നാൽ ബൈബിൾ അങ്ങനെയല്ല. എത്ര വായിച്ചാലും എത്ര ധ്യാനിച്ചാലും നമുക്കത് മതിവരികയില്ല. അത് ധ്യാനിക്കും തോറും നമ്മെ ജീവിപ്പിക്കുന്നു. നമ്മെ ബലപ്പെടുത്തുന്ന വിഷയങ്ങളുണ്ട്. നമുക്ക് പ്രത്യാശ നൽകുന്ന, വിശ്വാസം വർദ്ധിപ്പിക്കുന്ന വിഷയങ്ങളാണ് അതിൽ ഉള്ളത്. നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുന്നതിനാവശ്യമായ വിഷയങ്ങൾ പഠിക്കുവാൻ കഴിയും. ദയവ് ചെയ്ത് എന്നും നിങ്ങൾ ബൈബിൾ വായിക്കുക, ധ്യാനിക്കാൻ ശ്രമിക്കുക. അതുപോലെ വായിച്ച് കേൾക്കുക. ദൈവം അനുഗ്രഹിക്കും. ബൈബിളിൽ 66 പുസ്തകങ്ങളുണ്ട്. പഴയ നിയമത്തിൽ 39, പുതിയ നിയമത്തിൽ 27. മൊത്തം 66 പുസ്തകങ്ങൾ. 1600 വർഷങ്ങൾ കൊണ്ട് 40 ഗ്രന്ഥകർത്താക്കൾ 3 വ്യത്യസ്തമായ ഭാഷയിൽ എഴുതി. എന്നാൽ എല്ലാ പുസ്തകങ്ങളും പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ എഴുതപ്പെട്ടത് ആയതുകൊണ്ട് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒരേ വിഷയത്തെ തന്നെ കേന്ദ്രീകൃതമാക്കിക്കൊണ്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ആമേനെന്ന് പറയുക. നേരത്തെ പിന്നെന്താണ് പറയാതിരുന്നത്? ആമേൻ, ഹല്ലേലൂയ എന്നുള്ളതായ വാക്കുകൾ സ്പോണ്ടേനിയസ് ആയിട്ട്, അതായത് തന്നെത്താൻ ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണത്. പറയൂ 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 എന്ന് പറഞ്ഞ് പറയിപ്പിക്കേണ്ട കാര്യമില്ല. ചിലരാണെങ്കിൽ ഒരിക്കലും പറയത്തില്ല. ചിലരാണെങ്കിൽ എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, എൻ്റെ മകൻ മദ്യപാനിയാണ്, ഹല്ലേലൂയ. എൻ്റെ ഭർത്താവിനെ കൊണ്ട് ഒരു പ്രയോജനമില്ല, ഹല്ലേലൂയ. എൻ്റെ ബന്ധുക്കളൊക്കെ നശിച്ച് നരകത്തിലേക്ക് പോവുകയാണ്, ഹല്ലേലൂയ. എന്താണ് നരകത്തിൽ പോകുമ്പോൾ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാണ്? മദ്യപാനിയായ എൻ്റെ ഭർത്താവ് മാനസാന്തരപ്പെട്ട് ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ അർത്ഥമുണ്ട്. അതുകൊണ്ട് അർത്ഥവത്തായിട്ട് പറയേണ്ടത് ആവശ്യമാണ്. ഒരിടത്ത് ഒരു വ്യക്തിക്ക് ഈ വാക്കുകൾ ഭയങ്കര ഇഷ്ടമായിട്ട് അത് കുതിരയെ പഠിപ്പിച്ചു. അദ്ദേഹം കുതിരയുടെ മുകളിൽ കയറി ഇരുന്നിട്ട് ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അത് ഓടിപ്പോകും. പിന്നെ ആമേൻ എന്ന് പറയുമ്പോൾ നിൽക്കും. വേറെ വാക്കുകളൊന്നും തന്നെ അത് അനുസരിക്കുകയില്ല. സാധാരണ കുതിരപ്പുറത്ത് കയറുന്ന ആളുകൾ എന്താണ്, ഒരു കടിഞ്ഞാണുണ്ട്. കടിഞ്ഞാൻ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് നിയന്ത്രിക്കുന്നതനുസരിച്ചാണ് കുതിര മുൻപോട്ട് പിൻപോട്ട് പോകുന്നത്. ആ കടിഞ്ഞാൻ വലിക്കുന്നതിനനുസരിച്ചാണ് ആ കുതിര ചലിക്കാറുള്ളത്. എന്നാൽ ഈ കുതിര മാത്രം ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഓടും, ആമേൻ എന്ന് പറയുകയാണെങ്കിൽ നിൽക്കും. അതാണ് ഭാഷ. ഒരു ദിവസം അയാൾ കുതിരപ്പുറത്ത് കയറിയിട്ട് ദൂരെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മലമുകളിലൊക്കെ കയറി താഴ്വരകളിൽ കൂടിയൊക്കെ കയറി പോകുന്നതായ സമയത്ത് പെട്ടെന്നൊരു അഗാധമായ കുഴി കാണുവാനിടയായി. ഇപ്പോൾ കുതിരയെ അവിടെ നിർത്തണം. എന്താണ് ചെയ്യേണ്ടത്? എന്തു പറയണം? ഓർമ്മയുണ്ടോ? പാവം അയാൾക്ക് ആദ്യം ഓർമ്മ വന്നില്ല, പിന്നീട് ഓർമ്മ വന്ന
ആമേൻ എന്ന് പറഞ്ഞു. പെട്ടെന്ന് അത് ആമേൻ എന്ന് പറഞ്ഞു. ഒരു സ്റ്റെപ്പ് കൂടെ വെച്ചിരുന്നുവെങ്കിൽ അത് തലകീഴായിട്ട് വീണ് ചത്തുപോകുമായിരുന്നു. ആമേൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ സഡൻ ബ്രേക്ക് ഇട്ട പോലെ അവിടെ നിന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷമുണ്ടായി. എത്രമാത്രം സന്തോഷമുണ്ടെന്ന് പറഞ്ഞാൽ, ഹൗ രക്ഷപ്പെട്ടല്ലോ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് എന്തു പറഞ്ഞെന്നറിയാമോ? ഹല്ലേലൂയ എന്ന് പൂർണ്ണ മനസ്സോടുകൂടി അയാൾ ജീവിതത്തിൽ ആദ്യമായിട്ട് പറയുന്നതാണ്. എന്നാൽ കുതിരയ്ക്ക് എന്താണ് തോന്നിയത്? അതെന്താണ് ചിന്തിച്ചത്? ചാടുക. അങ്ങനെ മുൻപോട്ട് ചാടി. ഇപ്പോൾ രണ്ടുപേരും ചത്തുപോയി കാണും. എപ്പോഴും ഈ വാക്കുകൾ ജാഗ്രതയോടെ ഉപയോഗിക്കുക. ആമേൻ എന്ന് പറയുകയാണെങ്കിൽ സന്ദർഭം അനുസരിച്ചുകൊണ്ട് അങ്ങനെ തന്നെ സംഭവിക്കുമാറാകട്ടെ എന്ന രീതിയിൽ സംഭവിക്കുമാറാകട്ടെ. ഒരാൾ പ്രാർത്ഥന കഴിഞ്ഞിട്ട് എല്ലാവരും ആമേൻ എന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും അങ്ങനെ പ്രാർത്ഥിച്ചതായിട്ട് ദൈവം അംഗീകരിക്കും. അതുപോലെ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, ദൈവത്തിന് സ്തുതി. ദൈവത്തിന് സ്തുതി എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തെ സ്തുതിക്കണം. ദൈവം നമുക്ക് നന്മ ചെയ്യുമ്പോൾ അനേക വിഷയങ്ങൾ ദൈവത്തെ നമുക്ക് സ്തുതിക്കുവാൻ കഴിയും. എന്നാൽ വെറുതെ നാം ഈ വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകില്ല. ദൈവചിത തലകളെ വണക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ നീ ദർശിക്കുമാറാകണമേ. ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നീ നോക്കണമേ. ഹൃദയത്തിൽ നിന്ന് വരുന്ന വേദനകളെ നീ കാണണമേ. ഹൃദയത്തിൽ നിന്ന് വരുന്നതായ ഞരക്കങ്ങളെ നീ കേൾക്കണമേ. ഹൃദയത്തിൽ നിന്ന് വരുന്നതായ നിലവിളിയെ നീ കേൾക്കണമേ. ഉയരുന്നതായ നെടുവീർപ്പുകളെപ്പോലും കേൾക്കുന്ന ദൈവമേ, മനുഷ്യരിൽ ആശ്രയിച്ചു ഞങ്ങൾ വഞ്ചിതരായിപ്പോയി. പണം കൊണ്ട് എന്തൊക്കെയോ നേടാമെന്ന് വിചാരിച്ചു, എന്നാൽ നഷ്ടം വന്നു. നീയാണ് സകലതും നേടിത്തരുന്നതായ കർത്താവ്. അതുകൊണ്ട് നിന്നെ ഞങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുന്നു. നിന്നെ ഞങ്ങൾ പിന്തുടരുകയാണ്. നിന്നോട് ചോദിക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ലപ്പാ. നിന്റെ അനുഗ്രഹത്തെ പ്രാപിക്കുവാൻ ഞങ്ങൾ അർഹരല്ലപ്പാ. എങ്കിലും നീ കൃപ കാണിക്കുന്നവനാകൊണ്ട്, എങ്കിലും നീ കരുണ കാട്ടുന്നവനാകൊണ്ട്, എങ്കിലും നീ സഹായം ചെയ്യുന്ന ദൈവമായിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ കരങ്ങൾ നീട്ടിപ്പിടിക്കുകയാണപ്പാ. നിന്നിൽ ഞങ്ങൾ വിശ്വാസം അർപ്പിക്കുകയാണപ്പാ. അവിശ്വാസം ഉണ്ടാകാതിരിക്കാൻ സഹായിക്കണമേ. ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം എനിക്ക് നൽകിത്തരും എന്ന് വിശ്വസിക്കുവാൻ സഹായിക്കണമേ. ഈ സമയത്ത് ആരൊക്കെയാണോ അങ്ങനെയുള്ള വിശ്വാസത്താൽ പ്രാർത്ഥിക്കുന്നത്, അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ തന്നെ നിന്റെ വാഗ്ദത്തങ്ങളെ നീ കൊടുക്കുമാറാകണമേ. നീ ആഗ്രഹിച്ചതുപോലെ തന്നെ നിനക്ക് സംഭവിക്കുമാറാകട്ടെ എന്ന വാഗ്ദത്തത്താൽ അയക്കണമേ എന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.